നമസ്തേ ബച്ചോ, ധീരജ് ഹിന്ദി കക്ഷായിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വസന്ത് പാഠപുസ്തകത്തിലെ ബസ് കി യാത്ര എന്ന പാഠമാണ്. ഇത് 8ാം സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്കായി നൽകിയിട്ടുള്ളതാണ്. ഇതിലെ പ്രശ്നോത്തരമാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. मैंने उस कंपनी के हिस्सेदार की तरफ पहली बार श्रद्धा भाव से देखा. लेखक के मन में हिस्सेदार साहब के लिए ശ്രദ്ധ ക്യോं ജഗ് ഗയി. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? मैंने इस कंपनी के हिस्सेदार की तरफ पहली बार श्रद्धा भाव से देखा. ഞാൻ ഈ കമ്പനിയിലെ പാർട്ട്ണറുടെ നേർക്ക്, ഹിസ്സേദാർ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ, അദ്ദേഹത്തിൻ്റെ നേർക്ക് വളരെ ബഹുമാനത്തോടു കൂടി നോക്കി. लेखक के मन में हिस्सेदार साहब के लिए ശ്രദ്ധ ക്യോं ജഗ് ഗയി. എന്തുകൊണ്ടാണ് ലേഖകൻ്റെ മനസ്സിൽ ഈ പാർട്ട്ണറെക്കുറിച്ച് വളരെ ബഹുമാനം തോന്നിയത്? നമുക്ക് നോക്കാം എന്തുകൊണ്ടാണെന്ന്. പുലിയ കെ ഊപ്പർ ബസ് കാ ടയർ പഞ്ചർ ഹോ ഗയ. പുലിയ എന്ന് പറഞ്ഞാൽ പാലം. പാലത്തിന് മുകളിൽ ചെന്നപ്പോൾ ബസ് കാ ടയർ പഞ്ചർ ഹോ ഗയ, ബസ്സിൻ്റെ ടയർ പഞ്ചറായി. ജിസ്സെ ബസ് ജോർ സെ ഹിൽക്കർ രുക്ക് ഗയി. അതിനാൽ ബസ് വളരെ വലുതായിട്ട്, ജോർസെ വളരെ ഭയങ്കരമായിട്ട്, ഹിൽക്കർ രുക്ക് ഗയി, ഹിൽക്കർ ഒന്ന് ഉലഞ്ഞിട്ട് രുക്ക് ഗയി നിന്നുപോയി. അഗർ യഹ് ബസ് തേജ് ഗതി സെ ചൽ രഹി ഹോത്തി തോ അവശ്യ ഹി ഉച്ചൽക്കർ നാലേ മേ ഗിർ ജാത്തി. എങ്കിൽ ഇത് വളരെ സ്പീഡിലായിരുന്നുവെങ്കിൽ, ബഹുത്ത് തേജ് ഗതി സെ ചൽ രഹി തോ, വളരെ വേഗത്തിലായിരുന്നു എങ്കിൽ, അവശ്യ തീർച്ചയായും, ഉച്ചൽക്കർ നാലേമേ ഗിർജാത്തി, ഇത് പൊങ്ങിച്ചാടി ആ നാല തോട്ടിൽ വീണേനെ. ऐसे में लेखक ने कंपनी के हिस्सेदार की ओर ശ്രദ്ധാഭാവ് സെ ദേഖ. അതുകൊണ്ടാണ് ലേഖക് ആ കമ്പനി ഉടമയെ, കമ്പനിയുടെ പാർട്ട്ണറെ വളരെ ബഹുമാനത്തോടു കൂടി നോക്കിയത്. ഇത്രയും കുഴപ്പമുള്ള ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ അദ്ദേഹം കാണിച്ച ആ ധൈര്യത്തിനെയാണ് അദ്ദേഹം വളരെ ബഹുമാനത്തോടു കൂടി നോക്കിയത്. യഹ് ശ്രദ്ധ ഇസ്ലിയെ ജാഗി ക്യോങ്കി ഹിസ്സേദാർ കേവൽ അപ്പനെ സ്വാർത്ഥ ഹേതു ലാച്ചാർത്ത. സാധാരണയായി പാർട്ട്നേഴ്സ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ലാഭത്തെ നോക്കി അവർ വളരെ ലാച്ചാർ, അത്യാഗ്രഹം കാണിക്കുന്നവരായിരിക്കും. വഹ് ജാൻതാ താ കി ബസ് കെ ടയർ ഖരാബ് ഹേ. അദ്ദേഹത്തിനറിയാം ഈ ബസ്സിൻ്റെ ടയർ മോശമായിരിക്കുകയാണ്, ടയർ ഖരാബ് മീൻസ് കേട് വന്നിരിക്കുകയാണ്, പഞ്ചറാണെന്ന്. അവർ കഭി ഭി ലോഗോं की जान खतरे में पड़ सकती है. പലപ്പോഴും ആളുകളുടെ ജീവൻ ഖതരേമേ പട്ടുകയും, നാശത്തിലേക്ക് വീഴുകയും ചെയ്യും, ആളുകളുടെ ജീവൻ ഇല്ലാതാവുകയും ചെയ്യും. ഫിർഫി, എന്നിട്ടും നിരന്തർ ബസ് കോ സടക്ക് പർ ദൗഡാ രഹാത. നിരന്തരം ഈ ബസ്സിനെ ഈ റോഡിലേക്ക് റോഡിലേക്ക് ഇറക്കുന്നു, ഇദ്ദേഹം ഓടിക്കാനായിട്ട് ഇറക്കുന്നു. യാത്രിയോങ്കി ചിന്താ കിയേ ബിന ധൻ ബഡോർനെ പർ ലഗാത്ത. യാത്രക്കാരുടെ ജീവനെക്കുറിച്ച് ചിന്തയില്ലാതെ ധൻ ബഡോർന, പണമുണ്ടാക്കുക, പണം പെരുപ്പിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ ചിന്ത. പക്ഷേ ഇവിടുത്തെ പാർട്ട്ണർ എന്ത് ചെയ്തിരിക്കുന്നു? ആ ചിന്തയുണ്ടായിട്ടും അദ്ദേഹവും സ്വയം ഈ വണ്ടിയിൽ യാത്രക്കാരനായിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ലേഖകൻ അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടു കൂടി നോക്കിയത്. नेक्स्ट क्वेश्चन. लोगों ने सलाह दी कि समझदार आदमी इस शाम वाली बस में सफ़र नहीं करता. लोगों ने यह सलाह क्यों दी? लोगों ने सलाह दी कि ആളുകൾ ഉപദേശിച്ചു. എന്തെന്നാൽ സമജ്ദാർ ആദ്മി, അറിവുള്ള മനുഷ്യർ, ഈ ശ്യാം വാലി ബസ് മേ സഫർ നഹീം കർത്തെ, ഈ വൈകുന്നേരത്തുള്ള ഈ ബസ്സിൽ ഒരിക്കലും യാത്ര ചെയ്യില്ല. സഫർ നഹീം കർത്തെ, യാത്ര ചെയ്യില്ല. ലോകോംനെ യഹ് സലാഹ് ക്യോം ദി, ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉപദേശം നൽകിയത്? ആൻസർ, സമജ്ദാർ ആദ്മി ഇസ് ശ്യാം വാലി ബസ് മേ സഫർ നഹീം കർത്തെ. അറിവുള്ള ആളുകൾ ഈ വൈകുന്നേരം ഓടുന്ന ഈ ബസ്സിൽ കയറില്ല. लोगों ने लेखक और उसके मित्रों से यह सलाह इसलिए दी. ലേഖകനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്കും ആളുകൾ ഇങ്ങനെ ഒരു സലാഹ്, ഉപദേശം ഇസ്ലിയേ ദി, ഇതുകൊണ്ടാണ് കൊടുത്തത്. കി എന്തെന്നാൽ, ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ, വി ജാൻതേ ഥേ കി അവർക്കറിയാമായിരുന്നു,
ആളുകൾക്ക് അറിയാമായിരുന്നു. ബസ് കി ഹാലത് ബഹുത് ഖരാബ് ഹേ, ഈ ബസ്സിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. രാസ്തേ മേ ബസ് കഭി ഭി ഔർ കഹീ ഭി ധോക്കാ ദേ സക്തി ഹേ, രാത്രിയിൽ രാസ്തേമേ വഴിയിൽ ബസ് കഫീഫി ഔർ കഫീഫി കഹീം ഫി, ബസ് പലപ്പോഴും എവിടെയെങ്കിലും ധോക്കാ ദേ സക്തി ഹേ, അപകടം ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാർ പറഞ്ഞത് ഈ വൈകുന്നേരമുള്ള ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് വളരെ മോശമാണ് അല്ലെങ്കിൽ അപകടമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ऐसा जैसे सारी बस ही इंजन है और हम इंजन के भीतर बैठे हैं. എല്ലാവർക്കും തോന്നി ബസ് ഹി ഇഞ്ചൻ ഹെ, സാരേ ബസ് ഹി ഇഞ്ചൻ ഹെ, ഈ ബസ് മൊത്തം എഞ്ചിനാണ്. ഹം ഇഞ്ചൻ കെ ഭീതർ ബൈഠേ ഹെ, നമ്മൾ എഞ്ചിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. ലേഖക കോ ഐസ ക്യോം ലഗ, ലേഖകന് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ഈ ബസ് മൊത്തം എഞ്ചിനാണ്, ആ എഞ്ചിൻ്റെ പുറത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്നൊക്കെ ലേഖകന് തോന്നാനുള്ള കാരണം എന്താണ്? ആൻസർ, ജബ് ബസ് കോ चालक ने स्टार्ट किया तो सारी बस में अजीब सी धड़कन उत्पन्न हुई. जब बस को चालक ने स्टार्ट किया तो, എപ്പോഴാണോ ഈ ബസ് ചാലക് മീൻസ് ഡ്രൈവർ സ്റ്റാർട്ട് കിയാ തോ, സ്റ്റാർട്ട് ചെയ്തത്, സാരി ബസ് മേ അജീബ് സി ധഡ്കൻ ഉത്പന്ന ഹുയി, ആ ബസ് മൊത്തം വളരെ വിചിത്രമായ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ऐसे में ലേഖക और उसके मित्रों को लगा कि, അത് കണ്ടപ്പോൾ ലേഖകനും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനും തോന്നി സാരി ബസ് ഹി ഇഞ്ചൻ ഹേ, എന്താണ് ഈ ബസ് മൊത്തം എഞ്ചിനാണോ? ഔർ ഹം എഞ്ചിൻ കെ അന്തർ ബൈഠേ ഹേ, നമ്മൾ എല്ലാവരും ഈ എഞ്ചിൻ്റെ മുകളിലാണോ അകത്താണോ ഇരിക്കുന്നത്? അർത്ഥാത് ഇഞ്ചൻ കെ സ്റ്റാർട്ട് ഹോനെ പർ ഇഞ്ചൻ കെ പുർജാ ഹി ഭാന്തി ബസ് കെ യാത്രി ഹിൽ രഹേ ഥേ. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ലേഖകൻ ചിന്തിക്കാനുള്ള കാരണം, ഈ ബസ് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോൾ എല്ലാവരും ബസ്സിൻ്റെ ഒരു പാർട്ട് പോലെ അതിലുണ്ടായിരുന്ന യാത്രക്കാരും ചലിക്കാൻ തുടങ്ങി, ഇളകാൻ തുടങ്ങി. ഹിൽനാന്ന് വെച്ചാൽ ഇളകാൻ തുടങ്ങി. അവർ പൂരി ബസ് മേ ഇഞ്ചൻ കാ ഷോർ ഗൂഞ്ച് രഹാത്ത, ആ ബസ് മൊത്തം ആ എഞ്ചിൻ്റെ ഒരു മുഴക്കം അല്ലെങ്കിൽ ആ ഒരു ശബ്ദം ഇങ്ങനെ ഇരമ്പി കേട്ടുകൊണ്ടേയിരുന്നു. ഗൂഞ്ച് രഹാത്ത, പ്രതിധ്വനിച്ചു കൊണ്ടേയിരുന്നു. ആ ബസ് മുഴുക്ക ആ ഒരു പ്രതിധ്വനിയായിരുന്നു, എഞ്ചിൻ്റെ മുരളൽ. അത് കേൾക്കുമ്പോൾ ലേഖകന് തോന്നുകയാണ് ഈ ബസ് മൊത്തം അങ്ങ് എഞ്ചിനാണോ, നമ്മൾ ഈ എഞ്ചിൻ്റെ പുറത്താണോ ഇരിക്കുന്നത് എന്ന് ലേഖകന് തോന്നുന്നു. ക്വസ്റ്റ്യൻ 4, ഗാജബ് ഹോ ഗയ, ऐसी बस अपने आप चलती है, लेखक को यह सुनकर हैरानी क्यों हुई? ഗജബ് ഹോ ഗയ, ഗജബ് മീൻസ് വിചിത്രം, അജീബ്, വളരെ വിചിത്രമായി തോന്നുന്നു. എസി ബസ് അപ്പനെ ആപ് ചൽത്തി ഹി, ഈ ബസ് സ്വയം ഓടുകയാണ്, ഡ്രൈവറുടെ നിയന്ത്രണമില്ലാതെ സ്വയം ഓടുകയാണോ? ലേഖക യഹ സുൻകർ ഹൈരാനി ക്യോം ഹോ ഗയി, ഇത് കേട്ടപ്പോൾ, ഇങ്ങനെ ഒരു സെൻറ്റൻസ് കേട്ടപ്പോൾ ലേഖകന് എന്തുകൊണ്ടാണ് അത്ഭുതം തോന്നിയത്? जब लेखक ने बस की जर्जर व क्षीण अवस्था को देखा तो उसे एक विश्वास नहीं था कि एक सफ़र तय कर सकेगा. ലേഖകന് ഈ ബസ്സിൻ്റെ ഈ ക്ഷീണാവസ്ഥ കണ്ടപ്പോൾ, ഈ ശബ്ദവും അതിൻ്റെ ഈ പോക്കും, അതായത് സ്റ്റാർട്ട് ചെയ്ത് ഇത് മെല്ലെ മെല്ലെ ഇഴഞ്ഞുള്ള ഈ പോക്കും കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി യഹ് സഫർ തൈ കർ സകേഗി, ഇത് ഈ യാത്ര മുഴുമിപ്പിക്കാൻ കഴിയില്ല. इसी कारण उसने कंपनी के हिस्सेदार से यह पूछा, അതുകൊണ്ട് തന്നെ അദ്ദേഹം കമ്പനിയിലെ പാർട്ട്ണറോട് ചോദിച്ചു. यह बस चलती भी है तो उन्होंने उत्तर दिया कि वह अपने आप चलती है. അതുകൊണ്ട് അദ്ദേഹം ഹിസ്സേദാറിനോട് ചോദിച്ചു, ഈ ബസ് പോകുമോ, ഇത് നല്ല രീതിയിൽ അങ്ങ് എത്തുമോ? അപ്പോൾ അദ്ദേഹം എന്താ ഉത്തരം നൽകി? ഉന്നോനെ ഉത്തർ ദിയ, അദ്ദേഹം ഉത്തരം നൽകി യഹ് അപ്പനെ ആപ് ചൽത്തി ഹേ, ഇത് സ്വയം അങ്ങ് പൊയ്ക്കോളും, യാതൊരു കുഴപ്പവുമില്ല. യഹി ലേഖകി ഹൈരാനിക്ക കാരണത, ഇതാണ് ലേഖകന് സർപ്രൈസ് അല്ലെങ്കിൽ ആശ്ചര്യമുണ്ടാകാനുള്ള കാരണം. ഒരു പാർട്ട്ണറോട് ചോദിച്ചു, ഈ ബസ് ഓടി അങ്ങ് എത്തുമോ? അദ്ദേഹം പറയുക, കുഴപ്പമൊന്നുമില്ല, ബസ് തനിയെ അങ്ങ് ഓടി എത്തിക്കോളും. ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ആശ്ചര്യമുണ്ടായത്. 5th क्वेश्चन, मैं हर पेड़ को अपना दुश्मन समझ रहा था,
ഞാൻ എല്ലാ വൃക്ഷങ്ങളെയും തൻ്റെ ശത്രുവായിട്ട് കാണാൻ തുടങ്ങി, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ തുടങ്ങി. ലേഖക പേടോം ഗോ ദുശ്മൻ ക്യോം സമച്ച് രഹാത്ത. ലേഖക എന്തുകൊണ്ടാണ് ഈ വൃക്ഷങ്ങളെ ശത്രുവായി കാണാൻ തുടങ്ങി? ബസ്സിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് കാണുന്ന മരങ്ങളെയെല്ലാം തൻ്റെ ശത്രുവാണെന്ന് തോന്നാൻ തുടങ്ങിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ലേഖക കോ ഹർ പേട് ദുശ്മൻ ദിഖായി ദേ രഹാ ഥാ, യാനി ഉസെ ഹർ പേട് സെ ഡർ ലഗ് രഹാ ഥാ. ലേഖകന് ബസ്സിലിരിക്കുമ്പോൾ എല്ലാ വൃക്ഷങ്ങളും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ട് തോന്നി, അല്ലെങ്കിൽ വൃക്ഷങ്ങളെ അദ്ദേഹം ഭയക്കാൻ തുടങ്ങി. വാസ്തവമേ ബസ് കി ദശ ऐसी थी कि उसे ജബർദസ്തി ചലായ ജാ രഹാ ഥാ. വാസ്തവത്തിൽ ബസ്സിൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നിയത്. അതായത് ഇസ്കി ബ്രേക്ക് ഫെയിൽ ഹോ സക്തി ഥി യാ കോയി പുർജ ഖരാബ് ഹോ സക്ത. ഒന്നുകിൽ ഈ ബസ്സിൻ്റെ ബ്രേക്ക് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ഖരാബ് ഹോ സക്ത ഥ, എന്താണ്, കേടാകും. ഇസ്ലിയെ ലേഖകോ ലഗാ രഹാ ഥാ കി, അതുകൊണ്ട് ലേഖകന് തോന്നാൻ തുടങ്ങി കഹീ ബസ് കി കിസി പേട് സെ ടക്കർ ന ഹോ ജായേ, ഈ ബസ് ഏതെങ്കിലും ഈ വഴിയരികിൽ കാണുന്ന ഏതെങ്കിലും ഈ മരത്തിൽ ചെന്ന് ഇടിച്ചാലോ, മരത്തിലിടിച്ചാൽ അപകടമുണ്ടാകുമല്ലോ. അതുകൊണ്ടാണ് ഓരോ മരത്തെയും കാണുമ്പോൾ അദ്ദേഹം ഭയക്കാനുള്ള കാരണം. ഇനിയുള്ളത് പാഠത്തെ ആസ്പദമാക്കിയല്ല, അതിന് പുറത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സവിനയ് അവജ്ഞ ആന്തോളൻ കിസ്കെ നേതൃത്വമേ കിസ് ഉദ്ദേശ സെ തഥാ കബ് ഹുവാ ഥാ, ഇതിഹാസ് की उपलब्ध पुस्तकों के आधार पर लिखी. സവിനയ് അവജ്ഞ ആന്തോളൻ, നിസ്സഹകരണ പ്രസ്ഥാനം ആരുടെ നേതൃത്വത്തിലായിരുന്നു? കിസ് ഉദ്ദേശ സെ, എന്തുദ്ദേശത്തിലായിരുന്നു? തഥാ കബ് ഹുവാ ഥാ, എന്നായിരുന്നു. ഇതിഹാസ് കി ഉപലബ്ധ പുസ്തകോങ്കെ ആധാർ പർ ലിഖി, ഹിസ്റ്ററിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങളുടെ സഹായത്തോടു കൂടി എഴുതുക. അതാണ് കുട്ടികൾ തനിയെ എഴുതാനുള്ളതാണ്. എന്തായാലും ഞാനത് എന്താണെന്ന് ഞാനൊന്ന് പറയാം. സവിനയ് അവജ്ഞ ആന്തോളൻ महात्मा के नेतृत्व में सन 1930 में अंग्रेजों के खिलाफ हुआ. ഈ സവിനയ് അവജ്ഞ ആന്തോളൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1930 ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു സമരമായിരുന്നു. ഉസ് സമയ ഭാരതീയ സമാജിക്ക് ദശ അത്യന്ത ദയനീയ. ആ സമയത്ത് ഭാരതീയരുടെ അവസ്ഥ, ബ്രിട്ടീഷ് ഭരണത്തിൽ ഭാരതീയരുടെ അവസ്ഥ വളരെയധികം ദയനീയമായിരുന്നു. ഗരീബ് ലോഗ് കേവൽ നമക് കെ സാത്ത് റോട്ടി ഖാക്കർ പേട് ഫർ ലേത്തെ थे. പാവപ്പെട്ട ആൾക്കാർ ബ്രെഡിനോടൊപ്പം, റൊട്ടിയോടൊപ്പം ഉപ്പായിരുന്നു കഴിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ പേട് ഫർ ലേത്തെ थे, വയറ് നിറച്ചിരുന്നത്. ഏസേത്തെ അഗ്രേസോമിനെ നമക്ക് പർഫി ടാക്സ് ലഗാ ദിയ. ഇങ്ങനെ കഴിഞ്ഞിരുന്ന അവസ്ഥയിലും ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് ഉപ്പിന്മേൽ നികുതി ചുമത്തപ്പെട്ടു. ഇസുസെ ഗാന്ധിജി തിൽമില ഉടേ, ഇതിൽ ഗാന്ധിജിക്ക് കോപമുണ്ടായി. उन्होंने गुजरात के साबरमती आश्रम में 250 किलोमीटर की पैदल यात्रा करके ये समुद्र किनारे बसे धंडे गाँव में नमक बनाकर कानून ഭംഗ് കിയ. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ഗുജറാത്തിൻ്റെ സബർമതി ആശ്രമത്തിൽ നിന്ന് 250 കിലോമീറ്റർ പൈതൽ യാത്ര കർക്കെ, കാൽനടയായി പോയിട്ട് സമുദ്രക്കെ കിനാരെ, സമുദ്രതീരത്തുള്ള ദണ്ഡി ഗാവുമേ, ദണ്ഡി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നമക്ക് ബനാക്കർ, ഉപ്പുണ്ടാക്കി, കാനൂൻ ഭംഗ് ദിയ, നിയമം തെറ്റിച്ചു. ബ്രിട്ടീഷുകാരുടെ നിയമം അദ്ദേഹം ഉപ്പ് സ്വയം ഉണ്ടാക്കി തെറ്റിച്ചു. ആജ് ഭി യഹ് നമക് ഗാന്ധി സംഗ്രഹാലയമേ സുരക്ഷിത ഹെ. ഇന്നും അദ്ദേഹം ഈ നിയമം തെറ്റിച്ചുണ്ടാക്കിയ ഈ ഉപ്പ് ഗാന്ധിജിയുടെ മ്യൂസിയത്തിൽ സുരക്ഷിതമായി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇസ് ആന്തോളൻ മേ സരോജിനി നായിഡുവിനെ ഉൻക പൂരാ സാത്ത് ദിയ. ഇതിൽ അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചയാളാണ് സരോജിനി നായിഡു.
इसे दंडी यात्रा, नमक सत्याग्रह व सविनय अवज्ञा ആദി നാമോം സെ പുകാര ജാത്ത ഹെ. ഈ സംഭവത്തെ നമ്മൾ ദണ്ഡി യാത്ര എന്നും നമക്ക് സത്യാഗ്രഹമെന്നും നിസ്സഹകരണമെന്നും എല്ലാ പേരിലും അറിയപ്പെടുന്നത് ഈ ഒരു സംഭവമാണ്. അതായത് ബ്രിട്ടീഷുകാർ ഉപ്പിന് നികുതി ചുമത്തിയപ്പോൾ ഉപ്പ് സ്വയമായി ഉണ്ടാക്കി ഗാന്ധിജി അവരുടെ നിയമത്തെ എതിർത്തു. ഈ സംഭവമാണ് നമ്മൾ ഉപ്പ് സത്യാഗ്രഹമെന്നും ദണ്ഡി യാത്രയെന്നും, അതായത് 250 കിലോമീറ്റർ കാൽനടയായി നടന്നു പോയി, അതാണ് ദണ്ഡി യാത്രയെന്നും എല്ലാം അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യനും കുട്ടികൾ സ്വന്തമായി എഴുതാനുള്ളതാണ്. സവിനയ അവജ്ഞ का उपयोग व्यंग्यकार ने किस रूप में किया है लिखिए. ഈ സവിനയ അവജ്ഞ എന്ന ആ പ്രയോഗം നമ്മുടെ കഥാകാരൻ വ്യംഗ്യക്കാർ ഈ ഹാസ്യ ലേഖകന് ഏത് രൂപത്തിലാണ് എടുത്തിരിക്കുന്നത് എഴുതുക. നമ്മുടെ ഈ പാഠഭാഗത്തെ ഈ സവിനയ അവജ്ഞ ആന്തോളനുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് നമ്മുടെ ലേഖകൻ കൊണ്ടുപോയിരിക്കുന്നത്, ഇത് രണ്ടും കൂടെ ചേർത്ത് അതിനെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ പാഠഭാഗവുമായി താരതമ്യപ്പെടുത്തി ഗാന്ധിജിയുടെ സവിനയ അവജ്ഞ ആന്തോളനെ എഴുതുക. സവിനയ ഉത്തരമാണ്. സവിനയ അവജ്ഞ का उपयोग व्यंग्यकार ने बस के द्वारा दर्शाया है. ഈ സവിനയ അവജ്ഞ എന്ന ഈ പ്രയോഗം നമ്മുടെ ഹാസ്യ ലേഖകൻ ബസ് കെ ദ്വാര ദർശായ, ബസ്സിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ദർശായ കാണിച്ചു തരിക. ലേഖക ജബ് ജീർണ ശീർണ ബസ് में बैठ जाता है तो बस के चलने पर उसे उसका एक भी किस्सा സഹി നഹീം പ്രതീത് ഹോത്ത. ഈ ജീർണിച്ച ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ലേഖകന് ഇതിലെ ഒരു പാർട്ട് പോലും, ബസ്സിൻ്റെ ഒരു പാർട്ട് പോലും നല്ലതായി തോന്നിയില്ല. എല്ലാം എന്താണ്, സഹി നഹീം പ്രതീത് ഹോത്ത, നല്ലതായിട്ട് തോന്നിയതേ ഇല്ല. ലേക്കിൻ തോടി തേർക്കെ ബാദ് ബസ് ഇസ്പ്രകാർ ചലനയിലെത്തി ഹെ. എന്നാൽ കുറേ നേരം കഴിഞ്ഞപ്പോൾ ബസ് ഇപ്രകാരം ഓടുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ജൈസെ, എങ്ങനെയെന്നാൽ സഫീ ഫാഗ് മിൽക്കർ ധീരെ ധീരെ ഏക്ക് ഹോഗയി. ബസ്സിൻ്റെ പാർട്സ് എല്ലാം ഒന്നായിട്ട് ഇപ്പോൾ ഒരു എഞ്ചിനായിട്ട് പ്രവർത്തിക്കുകയാണ് അല്ലെങ്കിൽ ഓടുകയാണെന്നതിന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ലേഖകോ യഹ് ബിൽക്കുൽ ഗാന്ധിജിക്ക് അംഗ്രേസോങ്കെ ഖിലാഫ് കിയേ ഗയെ സവിനയ അവജ്ഞ ആന്തോളൻ കി ഫാന്തി ദിഖായി ദേത്തി. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാർട്ടുകളെല്ലാം ഒന്നിച്ച് എല്ലാ കാര്യങ്ങളൂടെ ഒരേ രീതിയിൽ പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പണ്ട് ഗാന്ധിജി നടത്തിയ സവിനയ അവജ്ഞ ആന്തോളനാണ്, നിസ്സഹകരണ പ്രസ്ഥാനമാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. ജിസ്മേ अंग्रेज़ों द्वारा भारत में नमक पर टैक्स लगाने पर गांधी जी तिलमिला उठे, क्योंकि वे जानते थे कि भारत की जनता तो नमक के साथ भी खाना खा देती है. എപ്പോഴാണോ നമ്മുടെ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ ഉപ്പിന് ടാക്സ് ഏർപ്പെടുത്തുകയുണ്ടായത്, അതായത് ഭാരതീയരെപ്പോഴും ആഹാരത്തോടൊപ്പം ഉപ്പ് ചേർത്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഉപ്പിന്മേൽ ടാക്സ് ഏർപ്പെടുത്തിയത് യഹ് ജാൻകർ വഹ് തിൽമില ഹോവുഡേ, ഇത് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന് ദേഷ്യമുണ്ടാവുകയും भारत की जनता तो नमक के साथ भी खाना खा लेती है, ऐसे में नमक पर टैक्स क्यों? ഭാരതീയർ ഉപ്പാണല്ലോ ആഹാരത്തോടൊപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലെന്തുകൊണ്ട് ബ്രിട്ടീഷുകാർ ടാക്സ് ചുമതലപ്പെടുത്തി അല്ലെങ്കിൽ ഏർപ്പെടുത്തി എന്ന ക്വസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഇൻകെ വിരോധമേ സവിനയ അവജ്ഞ ആന്തോളൻ കി ശുരുവാത് കി. അപ്പോൾ അദ്ദേഹം ഇതെന്താണ്, നിസ്സഹകരണം അവിടെ പ്രഖ്യാപിച്ചു. उस समय देश धर्म संप्रदाय जातीयത വർഗ ആദി के ഭേദഭാവോं में डूबा था. ആ സമയത്ത് നമ്മുടെ ഭാരതീയ ജനത, അതായത് നമ്മുടെ ദേശത്തിലുള്ള എല്ലാവരും ധർമ്മ സമ്പ്രദായ ജാതീയത, വർഗ, ജാതി, മതം, വർഗം എന്നുള്ള എല്ലാ ഭേദഭാവങ്ങളോടും കൂടി ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു ആ സമയത്ത്. സഭീക്കോ സാത്ത് ലേക്കർ ചലന അത്യധിക കഠിനത, ആരെയും പല രീതിയിൽ ചേരിചിരിഞ്ഞ് നിൽക്കുന്നത്, അതായത് വർണ്ണം, വർഗീയത, മതം ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം തിരിഞ്ഞു നിൽക്കുന്നതായതുകൊണ്ട് സഭീക്കോ സാത്ത് ലേക്കർ ചലന അത്യധിക കഠിനത, ആരെയും കൂടെ കൊണ്ടുപോകാൻ വിഷമമായിരുന്നു. ലേക്കിൻ ഉन्होंने कुशल भूमिका निभाई और गुजरात के साबरमती आश्रम में 2
150 किलोमीटर की पैदल यात्रा करके दंडी गाँव में समुद्री तट पर नमक बनाकर नमक कानून तोड़ा. അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടിട്ട് രോക്ഷാകുലനായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം സബർമതി ആശ്രമത്തിൽ നിന്നും 250 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി എന്ന സ്ഥലത്ത് പോവുകയും അവിടുത്തെ ദണ്ഡി ഗ്രാമത്തിൻ്റെ സമുദ്രതലത്തിൽ നിന്നും ഉപ്പുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ആ നിയമം അദ്ദേഹം തെറ്റിക്കുകയാണ് ഉണ്ടായത്. ഐസാ കർണേ പർ സഫീ ഭാരതീയോംനെ ആപസി ഭേദഭാവ് മിട്ടാക്കർ ഉൻകാ പൂരാ സാധ്യത. അത് കഴിഞ്ഞപ്പോൾ ഈ കാനൂൺ, അതായത് നിയമം തെറ്റിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉപ്പ് യഥേഷ്ടം കിട്ടിത്തുടങ്ങിയപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? ഗാന്ധിജി സഭീ ഭാരതീയനെ, എല്ലാ ഭാരതീയ ആപസി ഭേദഭാവ് മിട്ടാക്കർ, അന്യോന്യമുള്ള വ്യത്യാസങ്ങളെല്ലാം മറന്നിട്ട്, ആദ്യം പറഞ്ഞതുപോലെ ഏതൊക്കെയാണ്? ധർമ്മ, സമ്പ്രദായ, ജാതീയത, വർഗ്, ഈ നിയമങ്ങളെല്ലാം, ഈ വ്യത്യാസങ്ങളെല്ലാം മറന്നിട്ട് ഉൻകാ പൂരാ ഹാത്ത് ദിയ, അദ്ദേഹത്തിന് പൂർണ്ണമായി യോജിക്കുകയും ചെയ്തു. പൂരാ സാത്ത് ദിയ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും യോജിച്ചു. ഇത്രയുമാണ് ബസ് കി യാത്ര എന്ന പാഠത്തിലെ എക്സസൈസായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാ കുട്ടികൾക്കും വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ പാഠഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി.